ഡൽഹിയിൽ കെജ്രിവാളിനെതിരായ കേസ് ഒരു കോൺഗ്രസ് നേതാവ് കൊടുത്ത ഹർജിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിരുന്നു. അതിന് BJPയോടൊപ്പം കോൺഗ്രസും പങ്കുവഹിച്ചു. ഒടുവിൽ കോടതിയിൽ നിന്ന് വിധി വന്നു, കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. രാഷ്ട്രീയ വേട്ടകൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ അവതാരകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് മറുപടി പറഞ്ഞില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാണ്. അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച സമീപനം രാഷ്ട്രീയ പ്രേരിതമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസെന്നാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്കെതിരാണ് കേസ്, പ്രിയങ്ക ഗാന്ധിൻ്റെ പേരിൽ കേസെടുത്തത് എന്താ കാരണം? ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്വീകരിച്ച ആ നിലപാടിൻ്റെ ഒപ്പമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് നിരവധി എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാന്യ സുഹൃത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ BJP ഒരു അഴിമതി കേസ് കൈകാര്യം ചെയ്തു. പിന്നീട് അദ്ദേഹം പാർട്ടി മാറി, ഇപ്പോൾ BJPയിലാണ്, കേസ് ഇല്ലാതായി. അശോക് ചവാൻ ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ, കോൺഗ്രസ് നേതാവല്ലേ? നവീൻ ജിൻഡാൽ കോൺഗ്രസ് നേതാവായിരുന്നില്ലേ, ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ? ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ, കോൺഗ്രസ് നേതാവല്ലേ? എത്രയെത്ര കോൺഗ്രസ്സുകാരെ, BJPക്കെതിരായി സംസാരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ പ്രതികളാക്കിയിട്ട് രാഷ്ട്രീയ വേട്ട നടത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ പാർട്ടി മാറി BJPയോടൊപ്പം ചേരണം, അല്ലെങ്കിൽ BJP എതിർക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവണം. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്.